Hi all, welcome to another video of discrete mathematics. നമ്മൾ കഴിഞ്ഞ വീഡിയോ കൂടെ ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണോ അതോ ഇൻവാലിഡ് ആണോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടു. അപ്പോൾ നമ്മൾ കുറേ ഇൻഫറൻസ് റൂൾസും കണ്ടു. മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ്, സിംപ്ലിഫിക്കേഷൻ, കൺജങ്ഷൻ, ഡിസ്റ്റൻറ്റ്, സിലോജിസം, ഹൈപ്പത്തറ്റിക്കൽ സിലോജിസം, അങ്ങനെ കുറച്ച് ഇൻഫറൻസ് റൂൾസുകൾ കണ്ടു. ഇനി ആ ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ 2-3 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോൺ ദാറ്റ് if you send me an email then I will finish my work. If you do not send me an email then I will go to sleep early. If I go to sleep early I will take up refreshed. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഹൈപ്പോത്തിസിസ്. ഇതിന് നമുക്ക് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്, if I do not finish my program then I will take up refreshed. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഏതൊക്കെയാണ് നമ്മുടെ കൺക്ലൂഷൻ, അതായത് ഏതൊക്കെയാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ്, അതാദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് പി എന്ന് നോക്കാം. ഇഫ് യു സെൻഡ് മീ എൻ ഇമെയിൽ, അതാണ് പി. ഇമെയിൽ സെൻഡ് ചെയ്യുന്നതാണ് പി. ഐ വിൽ ഫിനിഷ് മൈ വർക്ക്, ഇതാണ് ക്യൂ. ഐ വിൽ ഫിനിഷ് മൈ വർക്ക്, അതാണ് ക്യൂ. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ ആണ് ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് വരുന്നത്. നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഹൈപ്പോത്തിസിന്റെ ഉള്ളിൽ ഇഫ് യു ഡു നോട്ട് സെൻഡ് മീ എൻ ഇമെയിൽ, ഇത് സെൻഡ് മീ എൻ ഇമെയിൽ ആണ് നമ്മുടെ പി എന്ന് വന്നു. ഡു നോട്ട് വരുമ്പോൾ നെഗേഷൻ പി വന്നു. ഇംപ്ലൈസ് ദെൻ വൈ ഐ വിൽ ഗോ ടു സ്ലീപ്പ് ഏർലി, ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ ഇതിന് ആർന്ന് കൊടുത്തു. സ്ലീപ്പ് ഏർലി ആർ, നെഗേഷൻ പി ഇംപ്ലൈസ് ആർന്ന് വന്നു. നെക്സ്റ്റ് ഇഫ് ഐ ഗോ ടു സ്ലീപ്പ് ഏർലി, അതായത് ആറാണിത്. ഐ വിൽ ടേക്ക് അപ്പ് റിഫ്രഷ്ഡ്, ഐ വിൽ ടേക്ക് അപ്പ് റിഫ്രഷ്ഡ്. അപ്പൊ ഇതാണ് ഐ വിൽ ടേക്ക് അപ്പ് റിഫ്രഷ്ഡ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ ഇത് ആർ ഇംപ്ലൈസ് എസ്. നെക്സ്റ്റ് കൺക്ലൂഷൻ. അപ്പൊ നമുക്ക് പ്രിമൈസസുകൾ കണ്ട് പി ഇംപ്ലൈസ് ക്യൂവും നെഗേഷൻ പി ഇംപ്ലൈസ് ആറും ആർ ഇംപ്ലൈസ് എസ് ആണ്. ഇനി കൺക്ലൂഷൻ എന്തിനാന്ന് നോക്കാം. ഇഫ് ഐ ഡു നോട്ട് ഫിനിഷ് മൈ പ്രോഗ്രാം, ഐ ഡു നോട്ട് ഫിനിഷ് മൈ വർക്ക്, ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത്. ഐ ഡു നോട്ട് ഫിനിഷ് മൈ പ്രോഗ്രാം then I will take up refreshed, അതായത് എസ്. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് എസ്. if I do not finish my program, അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് എസ്. നമുക്ക് പ്രൊമൈസസുകളും കിട്ടി, കൺക്ലൂഷൻ കിട്ടി, ഇത് ആർഗ്യുമെന്റ് വാലിഡ് ആണോ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ആർഗ്യുമെന്റ് ഫോമിൽ എഴുതി. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹൈപ്പോത്തിസിസ്, ഇത് H1 അസൈൻ ചെയ്തു. ഈ നെഗേഷൻ പി ഇംപ്ലൈസ് ആർ സെക്കൻഡ് ഹൈപ്പോത്തിസിസ് H2, ഇത് H3, ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇനി നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാൻ പോവാം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഉള്ളിൽ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ, ഈ ഹൈപ്പോത്തിസിസ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് എഴുതി. ഇനി ഈ പി ഇംപ്ലൈസ് ക്യൂ ഈസ് ലോജിക്കലി ഇക്വാലന്റ് ടു നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ്. അതായത് ഇതിന്റെ ഹൈപ്പോത്തിസിസ് കോൺട്രാപോസിറ്റീവ് ഓഫ് H1, H1ന്റെ കോൺട്രാപോസിറ്റീവ് ആണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ലോജിക്കലി ഇക്വാലന്റ് ടു നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, ഇതിന്റെ കോൺട്രാപോസിറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ് എടുത്തത്, അതായത് നെഗേഷൻ പി ഇംപ്ലൈസ് ആർ, അതായത് നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ്. ഇനി ഇത് രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ക്യാൻസൽ ചെയ്തിട്ട് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ആർ, അതായത് ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം യൂസ് ചെയ്തിട്ട് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ആർ, ഇത് രണ്ടും വരുമ്പോൾ ഈ നെഗേഷൻ പി അപ്പുറത്തുണ്ട്, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ആർ എന്ന് വരും. ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം ഏതൊക്കെ യൂസ് ചെയ്തിട്ടാ? 2ഉം 3ഉം യൂസ് ചെയ്തിട്ട്. ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം യൂസിങ് 2 and 3. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ വരുമ്പോ അടുത്ത ഹൈപ്പോസിസ് ചെയ്ത ആർ ഇംപ്ലൈസ് എസ്, അതായത് H3. ഇനി 6th, ഇത് വീണ്ടും ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം യൂസ് ചെയ്യാം. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് എസ് എന്ന് കിട്ടും. ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം യൂസിങ് 4 and 5, 4 and 5 ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. നമുക്കിവിടെ കൺക്ലൂഷൻ, നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് എസ് ആണ് നമ്മുടെ കൺക്ലൂഷൻ. നമ്മൾ കൺക്ലൂഷനിലേക്ക് ഇവിടെ എത്തിച്ചേർന്നു. അപ്പൊ ഇത് നമുക്ക് പറയാം വാലിഡ് ആർഗ്യുമെന്റ് ആണെന്ന് പറയാം. ഈ ആർഗ്യുമെന്റ് ഈസ് എ
വാല്യൂസ് ആണ്. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ്, 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു ആർഗ്യുമെന്റ് തന്നേക്കുന്നത്, അതായത് എയ്തർ ഐ സ്റ്റഡി ഓർ ഐ ഫെയിൽ. അത് ഫസ്റ്റ് ഹൈപ്പോത്തിസിസും. സെക്കൻഡ് പ്രമൈസ് എന്ന് പറയുന്നത് ഐ ഡിഡ് നോട്ട് സ്റ്റഡി, അതാണ് സെക്കൻഡ് വണ്ണും. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഐ ഫെയിൽ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ സ്റ്റഡി എന്ന് പറയുന്നത് പി ആക്കി കൊടുത്തു, ഫെയിൽ ക്യൂ ആക്കി കൊടുത്തു. ഇവിടെ ഐ ഡിഡ് നോട്ട് സ്റ്റഡി. ഇവിടെ എയ്തർ ഐ സ്റ്റഡി ഓർ ഐ ഫെയിൽ, ദാറ്റ് മീൻസ് പി ഓർ ക്യൂ. ഇനി ഐ ഡിഡ് നോട്ട് സ്റ്റഡി, അതായത് നെഗേഷൻ പി ഇംപ്ലൈസ് ഐ ഫെയിൽ. ഐ ഫെയിൽ മീൻസ് ക്യൂ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മൾ എടുക്കാം. ആദ്യം പി ഓർ ക്യൂ എടുത്തു. പി ഓർ ക്യൂ ആണ് ഫസ്റ്റ് ഹൈപ്പോത്തിസിസ്. നെഗേഷൻ പി സെക്കൻഡ് ഹൈപ്പോത്തിസിസ്. ഇത് കൂടി ചേർന്ന ക്യൂ ആയിരിക്കും ഡിസ്ജങ്റ്റീവ് സിലോജിസം. ഡിസ്ജങ്റ്റീവ് സിലോജിസം പറയുന്നത് അതാണ്, ഡിസ്ജങ്റ്റീവ് സിലോജിസം by using 1 and 2. By using 1 and 2. നമുക്ക് കൺക്ലൂഷനിലെത്തി ഐ ഫെയിൽ, അങ്ങോട്ടേക്കുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ആർഗ്യുമെന്റ്സ് തന്നിട്ടുണ്ടാകും. അതിൽ നമ്മൾ ഇൻഫറൻസ് ഒക്കെ റൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓൾറെഡി ഇൻഫറൻസ് റൂൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതിലൊരു സിംഗിൾ പ്രപ്പോസിഷൻ ഉള്ളൂ, പി ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ. ഇതിൽ ഒരു സിംഗിൾ പ്രപ്പോസിഷൻ ഉള്ളൂ. ഇതിൽ നിന്ന് ക്യൂ ആണ് നമ്മുടെ കൺക്ലൂഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. നമ്മൾ ആകെ ഒരു പ്രപ്പോസിഷൻ ഉള്ളൂ, ഇതിന് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ഉള്ളൂ, H1 എന്ന് കൊടുത്തു. നമ്മൾ സ്റ്റെപ്പ് 1 അത് പി ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ എഴുതി. ഇത് നമ്മുടെ H1 ആണ്. ഈ പി ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പി എന്ന് നമുക്ക് എഴുതാം. പി ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പി എന്നും എഴുതാം, അതുപോലെ തന്നെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് എഴുതാം. പി എന്ന് എഴുതാം സിംപ്ലിഫിക്കേഷൻ ഓഫ് 1. സിംപ്ലിഫിക്കേഷൻ ഓഫ് 1. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ എന്നും എഴുതാം. ഇതും സിംപ്ലിഫിക്കേഷൻ ഓഫ് 1 സെയിം തന്നെയാണ്. ഇനി നമ്മൾ നോക്കാം പി എം പി ഇംപ്ലൈസ് ക്യൂ. പി എം പി ഇംപ്ലൈസ് ക്യൂ ആണ്. ഇതിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഇവിടെ മോഡസ് പോണൻസ് യൂസ് ചെയ്തിട്ട് ഇത് ക്യൂ എന്ന് പറയാൻ പറ്റും. മോഡസ് പോണൻസ് ഓഫ് 2 and 3. ഓഫ് 2 and 3 നമുക്ക് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്തെടുത്തു, ക്യൂവിന് കൺക്ലൂഷനിലേക്ക് എത്തി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ 3 ഹൈപ്പോത്തിസിസ് തന്നിട്ടുണ്ട്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് H1. ഇനി സെക്കൻഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് H2, തേർഡ് വൺ H3. കൺക്ലൂഷൻ എന്ന് പറയുന്നത് സി ആണ്. പി ഇംപ്ലൈസ് ക്യൂവും നെഗേഷൻ പി ഇംപ്ലൈസ് ആറും അതുപോലെ ക്യൂ ഇംപ്ലൈസ് എസും. കൺക്ലൂഷൻ എത്താൻ നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഉള്ളിൽ പി ഇംപ്ലൈസ് ക്യൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് നമ്മുടെ ഹൈപ്പോത്തിസിസ് ആണ്. H1 നല്ല ഹൈപ്പോത്തിസിസ് ആണ്. ഈ പി ഇംപ്ലൈസ് ക്യൂ ഈസ് ലോജിക്കലി ഇക്വാലന്റ് ടു നെഗേഷൻ പി ഓർ ക്യൂ. ഒരു ഇംപ്ലിക്കേഷന്റെ ലോ ഉണ്ട്. പി ഇംപ്ലൈസ് ക്യൂ ഈസ് ലോജിക്കലി ഇക്വാലന്റ് ടു നെഗേഷൻ പി ഓർ ക്യൂ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത ഹൈപ്പോസിസ് എടുത്ത് എഴുതി നെഗേഷൻ പി ഇംപ്ലൈസ് ആർ H2 എഴുതി. ഇനി നേരത്തെ പറഞ്ഞ ഈ സെയിം ഇക്വാലൻസ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പി ഓർ ആർ ആയിട്ട് മാറും. പി ഓർ ആർ ആയിട്ട് മാറും. അതായത് പി ഇംപ്ലൈസ് സിൻസ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ലോജിക്കൽ. ഇവിടെ പി ഇംപ്ലൈസ് ക്യൂവിന് വരുമ്പോൾ നെഗേഷൻ പി ഈസ് ലോജിക്കലി ഇക്വാലന്റ് ടു പി ഓർ ആർ. ഇത് കിട്ടി. ഇനി ഇതും കൺസിഡർ ചെയ്യാം. നെഗേഷൻ പി ഓർ ക്യൂവും പി ഓർ ആറും കൺസിഡർ ചെയ്യാം. ഇപ്പൊ റെസൊല്യൂഷൻ റൂള് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ക്യൂ ഓർ ആർ എന്ന് എഴുതാം. ക്യൂ ഓർ ആർ എന്ന് എഴുതാം. ക്യൂ ഓർ ആർ. റെസൊല്യൂഷൻ ഏതൊക്കെ സ്റ്റെപ്പാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പും അതുപോലെ ഫോർത്ത് വണ്ണും.
സെക്കൻഡും ഫോർത്ത് വൺ യൂസ് ചെയ്തിട്ട് ഇതിനെ ക്യൂ ഓർ ആർ എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് ക്യൂ ഓർ ആർ ഈസ് ലോജിക്കലി ഈക്വൽ ടു ആർ ഓർ ക്യൂ ആണ്. ആർ ഓർ ക്യൂ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ അതിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 5 യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു പി ഓർ ആർ ഈസ് ലോജിക്കലി ഈക്വൽ ടു നെഗേഷൻ പി ഇംപ്ലൈസ് ആർ. അത് തന്നെ നമുക്ക് ഇവിടെ എഴുതാം നെഗേഷൻ ആർ ഇംപ്ലൈസ് ക്യൂ. ഇതാണ് ആർ ഓർ ക്യൂ എന്ന് പറയുന്നത്. സിൻസ് negation R implies Q is logically equivalent to R or Q ആണ്. ഈ നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് Q implies S ആണ്. Q implies S ആണ്, അതായത് H3. ഇനി 9th എഴുതുമ്പോൾ ഇതിലെഴുതുമ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം ചെയ്യാം. ഇവിടെ നെഗേഷൻ R implies S എന്ന് എഴുതി. Hypothetical syllogism of 7 and 8. Hypothetical syllogism of 7 and 8. ഇതിൽ നമുക്ക് കൺക്ലൂഷൻ എത്തി നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ്. അപ്പൊ ഇവിടെ ഇൻഫറൻസ് റൂൾസ് മാത്രമല്ല യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇക്വാലൻസ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഫറൻസ് റൂൾസും മാത്രമല്ല വേറെ എക്സ്ട്രാ ലോസുകളും യൂസ് ചെയ്തിട്ട് നമ്മൾ വാലിഡ് ആണോ അല്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഇൻഫറൻസ് റൂൾ യൂസ് ചെയ്തിട്ട് ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണോ അല്ലേന്ന് പറയേണ്ടത്. ഓക്കെ, താങ്ക് യു.